ടിനി ടോമിന്റെ മകൻ അയൽവക്കത്തേതോ വീട്ടിൽ ചെന്ന് കച്ചറ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ടിനി ടോമിന്റെ മകനെ നീ പൊട്ടനാണോ എന്ന് തന്നെയാണ്. എടാ, അവൻ വീഡിയോ എടുക്കുമ്പോൾ നീ എടുക്കണ്ടടാ ഒരു വീഡിയോ. നീ എന്താ ഇതിന്റെ മുന്നിൽ കിടന്ന് നീ ആക്ട് ചെയ്യുന്നേ? നീ വീഡിയോ എടുക്കണം ആദ്യം. എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാനുള്ള ബോധം മാത്രം മതി. അല്ലാതെ ഷോ അല്ല ഇവിടെ ആവശ്യം. അവൻ നല്ല രീതിയിൽ ഊക്കി തന്ന് ഇനി മേലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോകുമ്പോൾ എന്തിനാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വീഡിയോ ലൈവ് ഇട്ടുകൊണ്ട് ചെന്നങ്ങ് കാണിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. നീ പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്തിനാണ് നീ വഴക്കുണ്ടാക്കിയത്? എന്തിനാണ് നീ അവിടെ ചെന്ന് കയറിയത്? അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നത്? വിശദമായി വീഡിയോ ഇടാൻ പഠിക്കുക. അല്ലാതെ ചുമ്മാ കിടന്ന് അവിടെ ഇവിടെ ചെന്ന് അലമുണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് കാര്യത്തിന് അവനെന്തോ ചൊറിഞ്ഞ പരിപാടി കാണിച്ചിട്ടാണ് ചെന്നേക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. അത് കഴിയുമ്പോൾ ഇവൻ ചെന്ന് അതിലും വലിയ പൊട്ടനായിപ്പോയി. നീ എന്താ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കി വിട്. എല്ലാവരും ഇന്റർവ്യൂ എടുക്കും 4 സ്ഥലത്ത്. ചുമ്മാ കയറിപ്പോട്ടെ, തീ കത്തി പടരട്ടെ. എനി പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. അത് മറക്കണ്ട. ഇത് നല്ല രീതിയിൽ മുതലെടുക്കാനുള്ള അവസരമാണ്. ഇതിനെപ്പറ്റി എക്സ്പ്ലനേഷൻസ് വീഡിയോസ് എല്ലാം ഇട്ട് ആ വീട്ടുകാരനെ കൊണ്ടുപോയി കാണിച്ച് അവന് തിരിച്ചെടുക്കണ്ടായിരുന്നു വീഡിയോ. ഇവന് നിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീഡിയോ നീയും പബ്ലിഷ് ചെയ്യാമെന്ന്. അതാണ് വേണ്ടത്. പിന്നെ നിനക്ക് നീ കഞ്ചാവാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞുള്ള സാധനം പറഞ്ഞതിന് വേണം ഒരു കേസ് വെച്ച് കൊടുക്ക്. ഒരാൾ വന്ന് എന്ത് കാരണത്താലാണ് നീ അവിടെ എത്തിയത്, അത് കഴിഞ്ഞ് ഇവൻ എന്തിനാണ് കഞ്ചാവാണെന്ന് പറഞ്ഞ് വീഡിയോ പബ്ലിഷ് ചെയ്തത്, അങ്ങനെ കഞ്ചാവാണെന്ന് പറയാൻ എന്ത് തെളിവായുള്ളത്? കഞ്ചാവ് അടിച്ചിട്ടാണ് വന്നേക്കുന്നത്, അങ്ങനെയൊക്കെ പറയാനുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് കൂടെ കൊടുക്കാമെങ്കിൽ കാര്യങ്ങൾ രസമായിരിക്കും. അല്ലാതെ ഇങ്ങനെ ഇത്തരം മണ്ടത്തരങ്ങളിൽ പോയി ചാടരുത്. ഇത് ആരായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കളിയും കൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലാതെ അവർ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ കിടന്ന് കറങ്ങുമല്ല വേണ്ടത്. നമ്മുടെ ക്യാമറ ഓണാക്കിക്കോളും. അപ്പുറത്തോട്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് പറഞ്ഞാൽ ഇതാണ് സംഭവം, ദേ കാണാം, ഇതിനാണ് അവൻ വീഡിയോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇറങ്ങിപ്പോടാ മൈരെ എന്ന് പറയുമ്പോൾ തീരാവുന്ന പ്രശ്നമുള്ളത്. ആരായാലും ഇനിയിപ്പോൾ ആരുടെ ഭാഗത്ത് ശരി തെറ്റൊന്നും എനിക്കറിയില്ല. പക്ഷേ കണ്ടിട്ട് തോന്നിയത് ടിനി ടോമിന്റെ മകൻ കാണിച്ചത് ഒരു മണ്ടത്തരമാണ്. കാരണം അവന്റെ പെർസ്പെക്റ്റീവിലുള്ള വർത്താനം ഒന്നും ഇവിടെ കേട്ടില്ല. അവന്റെ കൂടുതലെത്തും വന്ന് ഇപ്പോൾ ഇവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അവർ ആ വീഡിയോ ഇട്ടുകൊണ്ട് വേണം അങ്ങോട്ട് കയറിച്ചല്ല. അല്ലാതെ അവിടെ ചെന്നിട്ട് പൊട്ടം കളിക്കുമല്ല വേണ്ട. ഇത് ചെയ്യുമ്പോൾ വല്ലവൻ്റെയും ക്യാമറ മുന്നിൽ കിടന്നുകൊണ്ട് അവൻ എന്നാണ് മൂപ്പിക്കുമ്പോൾ കിടന്ന് തുള്ളുക, കിടന്ന് പൊട്ടച്ചിരി ഇരിക്കുക, ആരാണ്ടൊക്കെ വിളിക്കാൻ പറയുക, അതൊന്നും അല്ല വേണ്ടത്. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഊക്കി കൊടുക്കാവുന്ന സാധനമേ ഉള്ളൂ. അറിയാമെങ്കിൽ നിന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റും. നീ കുഴപ്പക്കാരനാണ്, നടക്കത്തില്ല. നീ കണ്ടിടത്തോളം നിന്റെ ഒരു പ്രകടനം കണ്ടിട്ട് ഒരു മണ്ടനായി പോയ പോലെ തോന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഏതോ വണ്ടി ഇടിച്ചെന്നോ കഞ്ചാവെന്നോ അങ്ങനെയൊക്കെ പറയുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല. അതിവിടെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കഞ്ചാവ് അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും അങ്ങനെ ഭ്രാന്ത് പിടിച്ചായിട്ട് എനിക്കറിയത്തില്ല. അല്ലെ കഞ്ചാവ് അടിച്ചുകൊണ്ട് പൊട്ടനാവോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവത്തില്ല. പിന്നെ പൊട്ടന്മാർ കഞ്ചാവ് അടിച്ചാൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. ചില പൊട്ടന്മാർ കഞ്ചാവ് അടിക്കുന്നതുകൊണ്ട് തനിക്ക് സുഖമില്ലാത്തൊരു കഞ്ചാവ് അടിച്ചുകൊണ്ട് കഞ്ചാവിന് ഒരു ദോഷം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഒന്നും കാരണം കഞ്ചാവല്ല. അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. കാരണം ഇച്ചിരി വെളിവുള്ളവരാരും കഞ്ചാവ് അങ്ങനെ മോശമായിട്ട് യൂസ് ചെയ്യാറില്ല. മിസ്യൂസ് ആൻഡ് അബ്യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ എൻ്റെ അറിവിൽ കഞ്ചാവ് അടിക്കുമ്പോൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുകയോ അബ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നത് തലയ്ക്കല്ല സുഖമില്ലാത്തവർ തന്നെയാണ്. അതങ്ങ് വിട്ടേക്ക്. നമുക്ക് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം. അടുത്ത വീഡിയോ ഇൻ്റർവ്യൂ എന്താണെന്ന് വെച്ചാൽ വേഗം കൊടുത്ത് അതങ്ങ് സെറ്റാക്ക്.